കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാധ്യമ ശ്രദ്ധയുള്ള ഒരു വിഷയം. ആ വിഷയത്തിൽ ഇങ്ങനെ നമുക്ക് ആദ്യം വിവരം കിട്ടുന്നവിടെ നമ്മളാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇത് മാറ്റിവെച്ചു, നീട്ടിവെച്ചു എന്നുള്ള വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ന്യൂസ് മലയാളമാണ്. അനൽക്ക സയ്യിദാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ആ വാർത്ത വരുന്നത്? സ്വാഭാവികമായും ആ വാർത്തയുടെ ഉറവിടവും അവിടെ പിന്നെ വിവരങ്ങൾ ലഭിക്കുന്നതുമൊക്കെ മറ്റാർക്കും ലഭിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ലഭിക്കുന്നതിന് ആ വിവരം ലഭിച്ചത് ആർക്കാണ്? അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കല്ലേ. അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ അറിഞ്ഞതും പിന്നീട് വാർത്തയായതും. മാധ്യമങ്ങൾ ആദ്യം പല മാധ്യമങ്ങളും അടിച്ചു നിൽക്കുകയും ഒക്കെ പല സാധ്യതകളും ഒക്കെ പരിശോധിക്കുകയും ഇത് കാന്തപുരത്തിൻ്റെ വഴിക്കല്ലാതെ വാർത്ത കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തല്ലോ. പക്ഷേ ആ വാർത്ത വന്നത് വസ്തുതയാണെന്ന് തെളിഞ്ഞു. 16-ാം തീയതി കഴിഞ്ഞ് 17-ാം തീയതിയിലേക്ക് നമ്മൾ കടന്നില്ലേ? നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പായില്ലല്ലോ. അപ്പോൾ ആ ഇടപെടൽ തന്നെയാണ് അവിടെ പ്രയോജനം ചെയ്തത് എന്ന് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള, അതായത് സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുന്ന സുഭാഷ് ചന്ദ്രൻ വക്കീൽ അടക്കമുള്ളവർ, ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളടക്കം പറയുകയാണ്. ഇപ്പോൾ മാത്രമാണ് പ്രതീക്ഷയുടെ ഒരു കിരണം നമ്മൾ കണ്ടത് എന്ന്. ഇത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്ക് ഈ പൊതു മലയാളിക്ക് അറിയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കാര്യം നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഴുവൻ മുസ്ലിമും കൂടെ ഒരു മുസ്ലിം എന്ന മട്ടിലാണ് ആളുകൾ ചിന്തിക്കുക. പല ആളുകൾക്കും അത്രയും അറിയും. അതല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. പ്രധാനപ്പെട്ട 2 പ്രധാന സുന്നി വിഭാഗങ്ങളുണ്ട്. അതല്ലാതെ മുജാഹിദ് വിഭാഗങ്ങൾ പലതായി ചെതറി കിടക്കുന്നത് ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. അതല്ലാതെ വേറെ എന്തെല്ലാം വിഭാഗങ്ങൾ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. ഇതെല്ലാം അപ്പോൾ ഇവരിൽ ഒരു വലിയ മറ്റ് വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ചിലർക്ക്, എല്ലാവർക്കും അല്ല. ഇപ്പോൾ ഈ വിഭാഗത്തിൽ ഞാൻ ആദ്യം കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതിലൊരു കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് സത്താർ പന്തല്ലൂരിൻ്റെ ഈ വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരൊന്നുമല്ല, ചില ഈ കൃമികീടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള തുടർച്ചയായ ശ്രമം നടത്തുന്നു. അതായത് കാന്തപുരത്തിന് എന്തോ ഒരു സൽപ്പേര് കിട്ടിപ്പോയി, എന്നാൽ പിന്നെ അത് ഇല്ലാതാക്കണം. ഇത് ചെറിയ ആഴ്ചകളൊന്നുമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഔട്ട്ലുക്കിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ വിവാദ പണ്ഡിതൻ എന്നുള്ള തരത്തിലാണ് ആ തലക്കെട്ട് എഴുതുന്നത്. ഇങ്ങനൊരു വിഷയത്തിൽ ആ തലക്കെട്ടിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അത് മറ്റ് വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള വിഷയങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഇതിപ്പോൾ വേറൊന്ന്, ഈ കുയുക്തിവാദികൾ, പ്രധാനപ്പെട്ട കക്ഷികൾ, ഈ ഇതിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, ഈ കുത്തിത്തിരിപ്പിന് ഇറങ്ങിത്തിരിച്ചവരെ നമ്മൾ നോട്ട് ചെയ്തു പോകണമല്ലോ നിർണായക ഘട്ടത്തിൽ. കുയുക്തിവാദികൾ, അതുപോലെ ഈ ആഗമന വിദഗ്ധരായ, വിശകലന വിദഗ്ധരായ ചില കക്ഷികളുണ്ടല്ലോ, എന്താണ് അവർ, നിരീക്ഷകർ, അങ്ങനെ ചില നിരീക്ഷക പണ്ഡിതർ, ഇവരൊക്കെയാണ് പ്രധാനമായി ഇറങ്ങിത്തിരിച്ചത്. ഇവർ കൂട്ടായി നിന്നിട്ട് ഈ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുക.